സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയകളടക്കം പ്രതിസന്ധിയിലേക്ക്. സ്റ്റെന്റ് വിതരണം നിലച്ചിട്ട് 3 ആഴ്ച പിന്നിട്ടതോടെയാണ് ആശുപത്രികളുടെ പ്രവർത്തനം തന്നെ താളം തെറ്റുന്നത്. സർക്കാർ കുടിശ്ശിക വരുത്തിയതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിവെച്ചത്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലുമാണ് ശസ്ത്രക്രിയകളടക്കം പ്രതിസന്ധിയിലായിരിക്കുന്നത്. സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണം. സർക്കാർ മാസങ്ങളായി കുടിശ്ശിക വരുത്തിയതോടെയാണ് വിതരണ കമ്പനികൾ വിതരണം നിർത്തിവെച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഏതാനും ദിവസത്തേക്കുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മാത്രമാണുള്ളത്. സ്റ്റോക്ക് കൺസൈൻമെന്റ് ഉണ്ട്. ആ സ്റ്റോക്ക് ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ കോളേജിലും തീർന്നു വരികയാണ്. ഇപ്പം 19 ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ 3 സ്ഥലത്ത് നമ്മൾ പേയ്മെന്റ് കിട്ടിയതുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പാലക്കാട്, പരിയാരം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഈ 3 മെഡിക്കൽ കോളേജും ഡിസംബർ വരെയുള്ള നമ്മൾ പറഞ്ഞ വരെയുള്ള പേയ്മെന്റ് തന്നതിന് ശേഷം നമ്മൾ റീപ്ലേസിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 16 സ്ഥലത്തും നമ്മളിപ്പം സ്ട്രൈക്ക് തന്നെയാണ്. 2023 ഡിസംബർ വരെയുള്ള കുടിശ്ശികയെങ്കിലും തീർക്കണമെന്നാണ് കമ്പനികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ അനുകൂല നിലപാട് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഏപ്രിൽ 1 മുതൽ വിതരണം നിർത്തിവെച്ചത്. 30 കോടിയിലധികം രൂപയാണ് കമ്പനികൾക്ക് കിട്ടാനുള്ളത്. കത്ത് നൽകിയ 19 ആശുപത്രികളിൽ ആലപ്പുഴ, പരിയാരം മെഡിക്കൽ കോളേജുകൾ, പാലക്കാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ മാത്രമാണ് കുടിശ്ശിക അടയ്ക്കാൻ നടപടിയുണ്ടായത്. ബാക്കി 16 ആശുപത്രികളിൽ ഇനി കാത്ത് ലാബിലേക്ക് വിതരണം നിലച്ചിട്ട് 3 ആഴ്ച പിന്നിടുകയാണ്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴിയും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയും വിതരണം ചെയ്ത വകയാണ് പണം നൽകാനുള്ളത്. ജനം, കോഴിക്കോട്.